കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം. ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കല്ലാറിൽ കുട്ടവഞ്ചിയിലെ സവാരിയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. കുട്ടവഞ്ചിയിൽ കയറുന്നവർക്ക് ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. വിനോദസഞ്ചാരികളിൽ പലരും കല്ലാറിന് അക്കരെ ഇക്കരെ കടക്കാറുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാറില്ല. ടിക്കറ്റ് സംവിധാനം ഓൺലൈൻ ആക്കിയതും ഒരു വിഭാഗം വിനോദസഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുകയാണ്. കല്ലാറിൽ കുട്ടവഞ്ചിയിൽ ഒരു യാത്ര. ഒരു കുട്ടവഞ്ചിയിൽ 4 വിനോദസഞ്ചാരികളെ കയറ്റും. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. കുട്ടവഞ്ചിയിലെ ഈ കറക്കമാണ് സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടം. പഴക്കം ചെന്ന കുട്ടവഞ്ചികൾ ഒരു കാലത്ത് പരാതിക്കിടയാക്കിയിരുന്നു. ഇപ്പോൾ കുട്ടവഞ്ചികളെല്ലാം പുതിയതാണ്. പരമാവധി 1 വർഷം വരെയാണ് കുട്ടവഞ്ചികൾ ഉപയോഗിക്കുക. കുട്ടവഞ്ചി സവാരി കഴിഞ്ഞാൽ സഞ്ചാരികൾ കല്ലാറിന്റെ അക്കരെ ഇക്കരെ കടക്കുന്നതും പതിവാണ്. നദിയിലൂടെ നടന്നാണ് സഞ്ചാരികൾ അക്കരെ ഇക്കരെ കടക്കുന്നത്. ഇതിന് ഒരു നിയന്ത്രണവുമില്ല. നദിയിൽ കൂടി നടന്ന് അക്കരെ പോകുന്നവർ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാറില്ല. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നദിയിലിറങ്ങി മറുകരയിലേക്ക് നടന്നു പോകുന്നത് കാണാം. ഈ ഭാഗത്ത് ആഴം തീരെ കുറവാണെങ്കിലും നല്ല ഒഴുക്കുണ്ട്. യാത്രക്കാർക്ക് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തെ പറ്റി നല്ല മതിപ്പാണ്. നല്ല സ്ഥലമാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐ ഹാവ് സീൻ ഇൻ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. And the best part is this is inside a forest and it's cool. Not much people have come down and visited, and the water is one of the best thing. So serene, so good, and you can stand in the knee deep water. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വെളിയിൽ നിന്ന് വരുമ്പോൾ നല്ല ഫ്രഷ് എയർ ആണ് ഏറ്റവും നല്ല പ്ലസ് പോയിന്റ്. ഓൺലൈനിലൂടെ മാത്രം ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്നും വിനോദസഞ്ചാരികൾ പറയുന്നു. ഓൺലൈൻ ഈ പൈസ അടയ്ക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മളിത് അറിയാതെ ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റത്തില്ല. സാധാരണക്കാർ വന്നാൽ ഗൂഗിൾ പേ ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇവിടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഗൂഗിൾ പേ വേണം. ടിക്കറ്റ് എന്തെടുത്താലും ഗൂഗിൾ പേ. ഈ ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു മനുഷ്യൻ വന്നാൽ എന്ത് ചെയ്യും? അത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം. ടിക്കറ്റ് പൂർണ്ണമായും ഓൺലൈൻ ആക്കിയതോടെ വരുമാനത്തിൽ കുറവ് വരുമോ എന്ന ആശങ്കയുണ്ട്. വിനോദസഞ്ചാരികൾ നദിയിലിറങ്ങി മറുകരയിലേക്ക് പോകുന്ന ഭാഗത്തും സുരക്ഷാ ജീവനക്കാർ വേണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ യാത്രക്കാർ നദിയിൽ ഇറങ്ങി കുട്ടവഞ്ചി സവാരി നടത്തുന്ന സ്ഥലത്ത് മതിയായ സുരക്ഷയുണ്ട്. പക്ഷേ അതിന് മറുവശത്ത് നദി കുറുകെ കടക്കുന്ന ഭാഗത്ത് സുരക്ഷാ ജീവനക്കാർ വേണം എന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ് അടവിയിൽ നിന്ന് തത്സമയം. പ്രവീൺ, മനോഹരമായ അടവിയിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ്. ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ ഈ വിധത്തിൽ വിനോദസഞ്ചാരികൾ ഇത് മറികടക്കുന്നത് എത്രത്തോളം അപകടകരമാണ്? എന്താണ് കാണാനാകുന്ന കാഴ്ചകൾ? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട കോന്നിയിലെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം. ഈ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതായി കാണുന്ന കുട്ടവഞ്ചികൾ തന്നെയാണ്. ഒരു കുട്ടവഞ്ചിയിൽ 4 വിനോദസഞ്ചാരികളെയാണ് പരമാവധി കയറ്റുക. ഈ തുഴച്ചിൽ നടത്തുന്നത് പ്രത്യേക പരിശീലനം നേടിയ തൊഴിലാളികളാണ്. അവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. ലൈഫ് ജാക്കറ്റ് ഈ വിനോദസഞ്ചാരികൾക്ക് നിർബന്ധമാണ്. കുട്ടവഞ്ചി സവാരി നടത്തുമ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ച് തന്നെയാണ് ഈ കല്ലാറിലൂടെ യാത്ര നടത്തുന്നത്. കല്ലാറിൻ്റെ ഒരു പ്രത്യേകത, ഇത് വനമേഖലയിൽ കൂടി ഒഴുകി വരുന്നൊരു നദിയാണ്. ഇപ്പോൾ നദിയിലെ ജലനിരപ്പ് അല്പം കുറവാണ്. മഴ ശക്തിപ്പെടുമ്പോൾ ഈ കല്ലാറിൽ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാറുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ സുരക്ഷ കൂട്ടാറുമുണ്ട്. ഈ കുട്ടവഞ്ചി സവാരി കഴിഞ്ഞ് കുട്ടവഞ്ചിയിൽ നിന്നും ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾ ഈ നദിയുടെ ഒരു ഭാഗത്തേക്ക് കൂട്ടത്തോടെ പോകാറുണ്ട്. അവർ വെള്ളത്തിലിറങ്ങി നദിയുടെ മറുവശത്തേക്ക് നടന്നാണ് പോകാറ്. ഇപ്പോൾ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ നദിയുടെ മധ്യഭാഗത്തേക്കൊക്കെ പോയി മറുവശത്തൊരു ചെറിയ തുരുത്തൊക്കെയുണ്ട്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരിടമാണ്. അത് അവരെ ആകർഷിക്കും. അവർ ഈ നദിയിൽ കൂടി ഇറങ്ങി മറുവശത്തേക്ക് പോകുന്നു. ഇവിടെ നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലമാണ്.
എപ്പോഴും ഒരു ആശങ്കയുണ്ടാക്കുന്നത് നദിയിൽ എപ്പോഴായിരിക്കും ജലനിരപ്പ് ഉയരുക എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. പലപ്പോഴും നാം പല അപകടങ്ങളും കാണുന്നത് ഇത്തരത്തിലാണ്. അതായത് പെട്ടെന്ന് നദിയിൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ ആളുകൾ നദിയുടെ മധ്യഭാഗത്ത് ഒറ്റപ്പെടുന്നു. പിന്നീട് വലിയ ഒരു അപകടത്തിലേക്കും സങ്കടകരമായിട്ടുള്ള കാഴ്ചകളിലേക്കുമൊക്കെ പോകുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയുള്ള ഒരു അപകടം ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ നദിയിലെ ജലനിരപ്പ് ഇതായി കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ സുരക്ഷാ ജീവനക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ആവശ്യമുള്ളത് പലപ്പോഴും ഈ കുട്ടവഞ്ചി സവാരി കഴിഞ്ഞ് കരയിൽ ഇറങ്ങിയതിന് ശേഷം ആളുകൾ ഈ പറയുന്ന രീതിയിൽ കല്ലാറിനിലേക്ക് ഇറങ്ങുകയും അവർ മറുവശത്തേക്കൊക്കെ പോകുകയും ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തുകൂടി സുരക്ഷ കൂടുതലായി വേണമെന്ന ഒരഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ടിക്കറ്റ് എടുക്കുന്നത് അത് ഓൺലൈൻ മാത്രം ആയിട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഓൺലൈൻ മാത്രമായി ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ പല ആളുകൾക്കും അവർ കയ്യിൽ പണവുമായി വരുന്നവരായിരിക്കും. പലർക്കും ഒരുപക്ഷെ മറ്റ് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ വരുന്നവർക്ക് പലപ്പോഴും വളരെയധികം ദൂരം താണ്ടി ഈ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് നടത്താൻ കഴിയാറില്ല. അങ്ങനെ പലരും നിരാശരായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി കൂടിയുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ കൂടെ തന്നെ പണമായിട്ടും കൊടുത്താൽ ടിക്കറ്റ് കിട്ടുന്ന ഒരു സംവിധാനം കൂടി അതുകൂടി നിലനിർത്തണം എന്നൊരാവശ്യം കൂടിയുണ്ട്. ഇങ്ങനെ ഓൺലൈൻ ആക്കിയതിന് ശേഷം വരുമാനത്തിൽ വലിയ കുറവുണ്ടാകുന്നു അല്ലെങ്കിൽ കുറവുണ്ടാകുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. കാരണം ഇങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നല്ല വരുമാനം സർക്കാരിന് ലഭിക്കാറുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമായിട്ടാക്കുമ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും വരുമാനം പെട്ടെന്ന് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെയും അങ്ങനെ വരുമാനം കുറയുമോ എന്ന ഒരു ആശങ്കയുണ്ട്. ഏതായാലും പ്രവീൺ പുരുഷോത്തമനാണ് അടവിയിലെ വിവരങ്ങൾ നൽകിയത്.